പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നടിയും നിർമ്മാതാവുമായ റാണി ശരനാണ്. നമസ്കാരം റാണി. നമസ്കാരം മാം. റാണി അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. ചലച്ചിത്ര നടൻ മഞ്ചേരി ചന്ദ്രന്റെ മകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട് റാണിക്ക്. അച്ഛൻ്റെ അഭിനയം കണ്ടിട്ടാണോ വളർന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ, ഞാനൊക്കെ കുറച്ച് വളർന്നാവുമ്പോഴേക്കും അച്ഛൻ സിനിമയിൽ നിന്നൊക്കെ വിട്ട്, അന്ന് സിനിമ കൊടമ്പാക്കത്ത് ചെന്നൈയിലുള്ള ആ കാലമാണല്ലോ. അപ്പം ഒരു 88 ഒക്കെ ആയപ്പോഴേക്കും അച്ഛൻ ഫുള്ളി നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അച്ഛൻ ആക്ച്വലി അമ്മേനെ എന്നെയൊക്കെ കൊണ്ടുപോയി ചെന്നൈയിൽ സെറ്റിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് ചില കുടുംബത്തിലെ ചിലപ്പോൾ മുത്തശ്ശിയുടെ ഒക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ദൂരെ മാറിപ്പോയാൽ എങ്ങനെയാന്നുള്ളൊരു ഇതൊക്കെ. അപ്പം അത് കാരണം ഞങ്ങൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരിതിലേക്ക് പിന്നീടൊരു തീരുമാനം വന്നു. അപ്പം പിന്നെ അച്ഛന് കൂടുതൽ അവിടെ, ഞങ്ങൾ ഇവിടെയും അച്ഛൻ അവിടെ ആയിട്ട് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. അച്ഛൻ ഇത്തിരി ഫാമിലി ഓറിയന്റഡ് ആണ്. പിന്നെ ഞാൻ ഒരു മോളാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു സിനിമയിലുള്ള ഭയങ്കരമായിട്ടുള്ള സജീവമായൊരു കാലം കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അച്ഛൻ എന്ന നടനെ, എനിക്ക് അച്ഛനൊരു നടനാണ് എന്ന് തോന്നുന്നത്, അച്ഛൻ നാട്ടിൽ വന്ന്, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വ്യത്യസ്തമായ കലാപരിപാടികളൊക്കെ അച്ഛൻ അവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള പാടത്ത് സ്റ്റേജൊക്കെ കെട്ടിയിട്ട്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് നാഗപഞ്ചമി എന്ന് പറഞ്ഞൊരു ബാലെ കാണുന്നത്, വിൽപ്പാട്ട് കാണുന്നുണ്ട്, പിന്നെ കലാമണ്ഡലത്തിൻ്റെ ഡാൻസ്, ഇങ്ങനത്തെയൊക്കെ വ്യത്യസ്തമായ അച്ഛൻ കൊണ്ടുവന്നിരുന്നു. കൂട്ടത്തിൽ കൊണ്ടുവന്ന 2 സിനിമകളുണ്ടായിരുന്നു. ഒന്ന് ധ്രുവ മാർക്കണ്ഡേയ, ഒന്ന് ജഗദ്ഗുരു ആദിശങ്കരൻ. അപ്പോൾ ആ ജഗദ്ഗുരു ആദിശങ്കരനിൽ ഭാസ്കരൻ മാസ്റ്റർ സിനിമ, അപ്പോൾ അതിൽ അദ്ദേഹം അച്ഛനാണ് പരമശിവനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ തന്നെ സൈഡിൽ ഇരുന്നുകൊണ്ട് അച്ഛനെ ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ, ചിലപ്പോൾ എൻ്റെ അച്ഛൻ എന്ന നടനെ ഞാൻ അറിയുന്ന അല്ലെങ്കിൽ കാണുന്ന എൻ്റെ ആദ്യത്തെ മൊമെന്റ് തീർച്ചയായിട്ടും അതായിരുന്നിരിക്കും. കാരണം അതുവരെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊന്നും ഈ സിനിമാ നടൻ എന്നൊരു കാറ്റഗറി ഇല്ല. ഒരു നമുക്ക് സ്ഥിരം കേട്ടുപരിചയമുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ പാരൻസ് നോർമലാണ്, ഒന്നുമില്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കും, ഡോക്ടർ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിചയം. നടൻ എന്ന് പറയുമ്പോൾ ഇത് എന്താണിത്, അപ്പൊ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു വല്ലാത്തൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെ പേരും എനിക്ക് ഇത്തിരി ഓടായിരുന്നു. കാരണം അച്ഛൻ അറിയപ്പെട്ടിരുന്നത് മഞ്ചേരി ചന്ദ്രൻ എന്നാണ്. മഞ്ചേരി ചന്ദ്രനോ, മഞ്ചേരി നാടിന്റെ പേരാണ്, അത് കൂട്ടിയിട്ട് ഒരാൾക്കൊരു പേരോ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. നമ്മുടെ വിവരക്കേടാണ്, നമ്മുടെ പ്രായം അത്രയല്ലേ ഉള്ളൂ, 6-7 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ എൻ്റെ അച്ഛൻ ഇങ്ങനെ നമ്മൾ കാണുന്ന സ്ക്രീനിൽ അച്ഛൻ ആളുകളുടെ പോലെ അല്ല. അപ്പൊ അച്ഛൻ എന്തോ ഒരു സംഭവം ഉണ്ട്. കാരണം അതെന്താ വെച്ചാൽ ആ സമയത്താണ് 86-ലാണ് ഞങ്ങളുടെ 3ാമത്തെ പ്രൊഡക്ഷൻ. അച്ഛൻ പ്രൊഡ്യൂസറും കൂടി ആയിരുന്നല്ലോ. ശാന്തം ഭീകരം എന്ന് പറയുന്ന പടം റിലീസാവണത്. അപ്പൊ റിലീസായിട്ട് അതിന്റെ സന്തോഷമായിട്ട് എനിക്ക് മിഠായി വാങ്ങിച്ചു തരാണ്. സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് മിഠായി വാങ്ങിച്ചു തരാണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ എന്തിനാണ് സ്കൂളിൽ പിറന്നാളിന് കുട്ടികൾ മിഠായി കൊണ്ടുത്തരും, അല്ലാതെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും ഒക്കെ ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നിയിരുന്നു. പക്ഷെ പിന്നീടാണ്, നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് അച്ഛനെന്ന് പറയുന്ന ആളെന്താണ്. സിനിമയിൽ അച്ഛൻ ഒരുപാട് സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. അത് വലിപ്പച്ചെറുപ്പം ഇല്ലാതെയാണ് കീപ്പ് ചെയ്യുക. പിന്നെ കുറേ വളർന്നിട്ടാണ് അച്ഛനെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കണതും അച്ഛൻ്റെ മോളെന്നതിലുള്ള അഭിമാനം അതെന്താണെന്ന് ഞാൻ ഫീൽ ചെയ്ത് തുടങ്ങണതും. അപ്പോൾ സത്യത്തിൽ ഞാൻ, അടുത്തുള്ളവരൊക്കെ പറയില്ലേ അച്ഛൻ ഇത്ര വലിയ നടനാണ്, എനിക്ക് തോന്നുന്നു അന്ന് കാലത്ത് ഈ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പോലും അത്രയ്ക്ക് അച്ഛനെ മനസ്സിലായിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നീട് വന്നൊരു തലമുറയ്ക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നാട്ടിലുള്ളവർക്കും ഇത് അത്ര പരിചയമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്. അന്നത്തെ കാലത്ത് അത് അത്രയ്ക്ക് കോമൺ ആയിരുന്നില്ല. പക്ഷേ ആളുകൾ എന്നോട് പിന്നീട്, ഞാനിപ്പം വലുതായി, ഞാൻ എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ആളുകൾ പറയുന്ന, നമ്മളെ കാണുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതായത് പണ്ട് അച്ഛൻ്റെ പടം ഇറങ്ങുമ്പോൾ മഞ്ചേരി ഒരു ശ്രീകൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പം ആ തിയേറ്ററൊക്കെ അച്ഛൻ്റെ പടം വരുന്ന ദിവസം മൊത്തം തിയേറ്റർ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു എന്ന്. അത് കണ്ടിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു മൊമെന്റിനെ കുറിച്ച്. ഈവൻ നമ്മുടെ മമ്മൂക്ക വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്. കാരണം അദ്ദേഹത്തിന് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം ഈ ചെമ്പ് പോലൊരു സ്ഥലത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സിനിമ മഞ്ചേരിയിൽ കിടന്ന ഒരാൾ എത്തിപ്പിടിച്ചു. പിന്നെ സ്ക്രീനിൽ ഈ പേര് എഴുതി കാണിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പേപ്പേഴ്സൊക്കെ കളർ പേപ്പറുകൾ വാരി ഇടുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ പടത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഇന്നവരോടൊപ്പം നിങ്ങളുടെ പ്രിയതാരം മഞ്ചേരി ചന്ദ്രനും എന്ന് അനൗൺസ് ചെയ്തതായിട്ടൊക്കെ പറയുമായിരുന്നു.
ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ശ്രീകൃഷ്ണ തിയേറ്ററിൽ ഇപ്പോൾ ഈവൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലും ആ തിയേറ്റർ നന്നായി ഫംഗ്ഷൻ ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ മഞ്ചേരിയിൽ എപ്പോൾ പോയാലും അവിടെ സിനിമ കാണാൻ പോയാൽ ഞങ്ങൾക്ക് ടിക്കറ്റിന് കാശില്ല. അവരുടെ ഓഫീസ് റൂമിൽ കൊണ്ടിരുത്തി നമുക്ക് ചായയും പലഹാരമൊക്കെ തന്ന് നമ്മളെ സിനിമ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര പറഞ്ഞാലും അപ്പോൾ അവിടെ അപ്പം നടത്തുമ്പോൾ അവർ പറയും, അച്ഛൻ തിരുമേനി ഒരു നമ്പൂതിരിയുടെ ആയിരുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മഞ്ചേരി ചന്ദ്രൻ്റെ കുടുംബത്തിന് ഈ തിയേറ്ററിലുള്ളിടത്തോളം കാലം ഇവിടുന്ന് കാശ് വാങ്ങിക്കരുത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ, ഇപ്പോൾ എറണാകുളത്ത് വന്നപ്പോഴാണെങ്കിലും ഞങ്ങളിങ്ങനെ വീട് നോക്കി നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വില്ലയുടെ അവിടെ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ അന്വേഷിക്കാൻ ചെന്ന സമയത്ത് ഏട്ടനെ ശരണിനെ കണ്ടാൽ ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് എന്നെ കണക്ട് ചെയ്യുക. ശരണിന്റെ ഭാര്യയാണ്, അപ്പോൾ മഞ്ചേരി ചന്ദ്രന്റെ മോളാണെന്നുള്ള. ഒരു ദിവസം ഒരു സെക്യൂരിറ്റി എന്നോട് ചോദിച്ചു, മാഡം ചന്ദ്രൻ സാറിന്റെ മോളല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. അയ്യോ ഞങ്ങളൊക്കെ ചന്ദ്രൻ സാറിന്റെ വലിയ ആരാധകരാണ്. അപ്പം എന്താ വെച്ചാൽ അച്ഛൻ കൂടുതലും ചെയ്തിരുന്നത് അത്തരം ക്യാരക്ടേഴ്സാണ്. അപ്പം അവർക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കൂടുതലും തല്ലുപൊളി ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്, ഇടിവാങ്ങൽ അല്ലെങ്കിൽ പോലീസ് എന്നുള്ളതാണ് കൂടുതലും. പക്ഷെ ഇങ്ങനെ അപ്പം നമ്മൾ വിചാരിക്കും ആൾക്കാർ എത്രത്തോളാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അച്ഛന്റെ പേര് പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് അച്ഛൻ എന്ന നടനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു മാം. അപ്പൊ അച്ഛന് പേരിട്ടത് നസീറാണെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു കഥ എങ്ങനെയാണ്? അതെന്താന്ന് വെച്ചാൽ അച്ഛൻ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നായർ ഫാമിലി, അതിന്നാണ് അച്ഛൻ ഈ ചെന്നൈയിലേക്ക് പോണത്. അപ്പം അച്ഛൻ ഒരുപാട് നേരത്തെ 63 വയസ്സിൽ മരിച്ചുപോയി. ഞാനൊക്കെ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്നും അറിയണം എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും പറഞ്ഞുതരാൻ അച്ഛനില്ല. അതെനിക്ക് വല്ലാത്തൊരു വേദനയാണ്. പക്ഷേ അച്ഛൻ്റെ അനിയത്തി ഉണ്ട്, ചേച്ചിയമ്മ എന്നാണ് ഞാൻ അവരെ വിളിക്കുക. ചേച്ചിയമ്മയ്ക്ക് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഞാനിങ്ങനെ ചേച്ചിയമ്മയോട് ചോദിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് എന്തായിരിക്കും അച്ഛന് ഇത് തോന്നാൻ സിനിമയിലേക്ക് പോവാൻ. കാരണം ഇപ്പൊ ഇന്നൊക്കെയാണെങ്കിൽ നമ്മൾ കുറെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അച്ഛൻ ഭയങ്കര രസമാട്ടോ. അച്ഛൻ പഠിക്കണ കാലത്ത് തന്നെ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉള്ള ആളായിരുന്നു. പഴയ കാലത്ത് ഈ സോഫ സെറ്റ് അങ്ങനത്തെ പഴയ കാലത്തെ സോഫ, അത് പിന്നെ ഈ വയേർഡ് ചെയർസ് ഉണ്ടാവില്ലേ ഇങ്ങനെ വട്ടത്തില്, അങ്ങനത്തെ കസേരകൾ, ഇതൊക്കെ ഒരു യൂണിറ്റ് ഇട്ട് മാനുഫാക്ചർ ചെയ്യിച്ചിട്ട് സെയിൽ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കയ്യില്. അപ്പൊ അച്ഛൻ PUC, അന്ന് PUC ആണ്. അപ്പൊ അത് അദ്ദേഹം പഠിച്ചത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാ. അപ്പൊ അച്ഛൻ പെങ്ങൾ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു നാടകം ചെയ്തപ്പോൾ അതിലച്ഛൻ ബെസ്റ്റ് ആക്ടറായി. അപ്പോഴാണ് അഭിനയത്തിലേക്ക് കൂടുതൽ പോകണം എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോഴാലോചിച്ച് നോക്കൂ, നമുക്കൊരു ബാക്കപ്പ് ഇല്ല, ഒരു സപ്പോർട്ട് ഇല്ല. അദ്ദേഹം ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഞാൻ ചെന്നൈയിലേക്ക് പോവാണെന്ന്. അപ്പോൾ അച്ഛൻ്റെ അമ്മമ്മ, എൻ്റെ അച്ഛമ്മയുടെ അമ്മയായിട്ട് അച്ഛന് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ അവരോട് പറയുന്നത് ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ ഇത് കുറച്ചും കൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. കാരണം അങ്ങനെ മെഡ്രാസിന് പോയി. അപ്പോൾ സാധാരണ അച്ഛന് അല്ലെങ്കിൽ അച്ഛൻ എയർഫോഴ്സിൽ പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ വെച്ചിരുന്നൊക്കെ ഒരാളാണ്. അപ്പം അങ്ങനെ മെഡ്രാസിലേക്ക് പോകണം. അപ്പോൾ ഇവർ വിചാരിക്കണത് അതിനാ പോകണമെന്നാണ്. നമ്മുടെ ഇന്നസെന്റ് അങ്കിള് മരിക്കുന്നതിന് മുമ്പൊക്കെ എപ്പോൾ കാണുമ്പോഴും പറയും, ഞങ്ങൾക്ക് എന്താ അറിയോ, ഞങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ കാശില്ലാതെ ആയാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നിട്ട് പറയും ബാ ചന്ദ്രൻ്റെ അടുത്തേക്ക് പോവാന്ന്. കാരണം അവൻ എപ്പോഴും പേഴ്സിൽ കാശും കഴുത്തിലൊരു ചങ്ങലയും പിന്നെ വില കൂടിയ വാച്ചൊക്കെ ഇട്ടിട്ട് ആണ് അവിടെ വന്നിരിക്കുക. ഞങ്ങളമാരി ഇങ്ങനെ ദാരിദ്ര്യത്തിലല്ല എന്നൊക്കെ പറയും. അത് വേറൊന്നുമല്ല, മുത്തശ്ശി പാവം മോന് എന്തെങ്കിലും കാശും കൊടുത്താൽ വിടുക. മുത്തശ്ശിക്ക് അറിയില്ല മാതിരി പണിക്കാണ് അവിടെ പോണത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി അച്ഛൻ കുറെ അലഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ. അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ കയറി പിടിച്ചു. എന്തുകൊണ്ടോ നസീർ സാറിന് അച്ഛനെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങളിൽ, എനിക്ക് തോന്നുന്നു അച്ഛൻ അഭിനയിച്ച കുറേ പടങ്ങളിൽ അധികവും ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ ഒരു പോയിന്റിലാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഈ പേര്, അച്ഛൻ്റെ ശരിക്കുള്ള പേര് MK രാമചന്ദ്രൻ എന്നാണ്, നമുക്ക് ആ പേരൊന്ന് മാറ്റിയിട്ട് മഞ്ചേരി ചന്ദ്രൻ എന്നിട്ടാൽ കുറച്ചുകൂടി ഒരു പവർ ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സജസ്റ്റ് ചെയ്തു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേണു ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചെയ്ത വേണു, ഇപ്പോൾ വേണുങ്കളുടെ പടത്തിൽ ടാക്സി കാറിലാണെന്ന് തോന്നുന്നു, ഏതോ ഒരു നസീർ CID മൂവിയിൽ അച്ഛൻ്റെ ക്യാരക്ടറിന്റെ പേര് തന്നെ മഞ്ചേരി എന്നാണ്. വിളിക്കുന്നതൊക്കെ അങ്ങനെയാണ്, മഞ്ചേരി എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷെ ഒരാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണല്ലോ. ഞാൻ അച്ഛൻ കരയണത് വളരെ ചുരുക്കേ കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് നസീർ സാർ മരിച്ചു എന്നുള്ള ഫോൺ കോൾ വന്നപ്പോഴാണ് എനിക്കത് ഓർമ്മയുണ്ട്. പൊട്ടിക്കരഞ്ഞതും പെട്ടെന്ന് കാർ എടുത്തിട്ട്, അത് നമ്മുടെ കാർ എടുക്കാതെ ടാക്സി എടുത്തിട്ടാണ് പോയത്, കാരണം ഓടിക്കാൻ പറ്റില്ല. അയ്യോ എൻ്റെ നസീർ സാർ പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം അത്രയ്ക്ക് ഉണ്ടാവും ആ ബന്ധം. അതെ. അപ്പം അങ്ങനെ അച്ഛനെ കണ്ടു വളർന്ന ഒരാള് അങ്ങനെയാണോ ഈ അഭിനയത്തിലേക്ക് വന്നത്? അഭിനയത്തിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ ആക്സിഡൻ്റൽ എന്ന് പറയേണ്ടി വരും. എൻ്റെ അഭിനയത്തിലേക്ക് വന്ന കാര്യമാണെങ്കിലും ഞാൻ പ്രൊഡക്ഷനിലേക്ക് വന്നതും രണ്ടും ആക്സിഡൻ്റലാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഭയങ്കര ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടി ആയിരുന്നില്ല. സംസാരിക്കുന്നത് പറഞ്ഞാൽ നല്ല അടുപ്പുള്ള സർക്കിളിൽ ചിലവിലാന്ന് സംസാരിക്കും, പക്ഷെ പുറത്തുനിന്ന് ഒരാളെ കണ്ടാൽ ഞാൻ സൈലൻ്റ് ആവും, അമ്മയുടെ സാരിയുടെ പിന്നിൽ ഒളിക്കും. അച്ഛൻ സ്ഥിരമായിട്ട് നാട്ടിലേക്കൊക്കെ വന്നതിന് ശേഷം അച്ഛനാണ് എന്നെ വലിച്ച് പുറത്തിട്ടത്. ഞാനൊരു ഔട്ട്വേർഡ് പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ, എനിക്ക് കാര്യങ്ങളും ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അച്ഛനുള്ളത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തും, ഇപ്പോൾ കോളുകൾ
ഗസ്റ്റുകൾ വന്ന അച്ഛൻ സ്ഥലത്തില്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് അവരോട് എന്താണ് പറയേണ്ടത്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയും. അപ്പോൾ ഈവൻ നമ്മളൊരു സിനിമ കാണുമ്പോൾ പോലും ഒരു സാധാരണ നമ്മൾ കാണുന്ന പോലെ ജസ്റ്റ് ഞാനൊരു സിനിമ കണ്ടു അങ്ങനെ കാണാൻ ചെറുതിലേ തൊട്ട് അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ സിനിമ കാണുമ്പോൾ പറയും, റാണിമോൾ നീ ഇത് ശ്രദ്ധിച്ചോ, ആ ഫ്രെയിം എങ്ങനെയാണ് വെച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചോ, അതിൻ്റെ ടോൺ പിടിച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചോ, നീ മറ്റേ ആ ഫൈറ്റ് എങ്ങനെയാണ് കമ്പോസ് ചെയ്തത് നോക്കിയോ, ഇത് നോക്കിയോ, അത് നോക്കിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈവൻ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും കഥ കൊണ്ടുപോയതാണെങ്കിലും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അത് ഫീഡായി. പിന്നെ നമ്മൾ അങ്ങനെയാണ് അത് കാണുന്നത്. പക്ഷേ അഭിനയിക്കാനൊന്നും വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ഞാൻ കുറച്ചുകൂടി അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരുന്നു. കാരണം അമ്മയുടെ കാറ്റാണ് എനിക്ക് ആ കാര്യങ്ങളിലൊക്കെ കൂടുതലുള്ളത്. അപ്പൊ അത് കാരണം ഞാൻ ജോലി ചെയ്തിരുന്നു. അമ്മ സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യാം. പിന്നെ അമ്മയ്ക്കാണ് ഈ വായനയും എഴുത്തും ഒക്കെ ഉണ്ട്. ചെറുപ്പം മുതലേ ഞാൻ വായനയിലേക്കും ഒക്കെ വരുന്നത് അമ്മ കാരണം. അപ്പൊ എനിക്ക് ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയും ഇപ്പുറത്തെ അച്ഛനും എന്നുള്ള കാര്യം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച് മുന്നോട്ട് പോവുക, എനിക്ക് സിവിൽ സർവീസ് അതൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് അച്ഛൻ ഈ പിന്നെ പ്രൊഡക്ഷനിലേക്കെങ്കിലും അച്ഛൻ തിരിച്ചു വരണം എന്നുള്ളത്. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഏട്ടനും ഞാനും കൂടിയൊക്കെ തന്നെയാണ് അച്ഛനെ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛൻ എന്തിനാണ് നാട്ടിലേക്ക് വന്നു എന്നുള്ളത് ശരി, പക്ഷേ മൊത്തം സിനിമയിൽ നിന്ന് അച്ഛനെ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും വിളിക്കും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ നാട്ടിൽ ഇപ്പോൾ കോഴിക്കോടോ പാലക്കാടൊക്കെ ഷൂട്ട് വരുമ്പോൾ ഇവരൊക്കെ വിളിക്കും, ചന്ദ്രൻ നീ ചുമ്മാ വന്നിട്ടെങ്കിലും പോകുന്നൊക്കെ പറയും. അച്ഛൻ പോവുകയും ചെയ്യും. അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആയിരമേനി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ അങ്ങനെ പോയിട്ട് ഒരു കളക്ടറായിട്ട് ജസ്റ്റ് പിടിച്ച് ഇരുത്തി ഐ വി ശശിയങ്ങൾ, ഇതിപ്പോൾ നീ ചെയ്തിട്ട് പോ, എന്തായാലും ഇതിപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നീ ഇത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ഇതിനാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്താ നിന്റെ പ്രശ്നം, അത് ജസ്റ്റ് ചെയ്തിട്ട് പോ. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാണ് അച്ഛൻ അങ്ങനെ സിനിമയിൽ നിന്ന് മാറി നിന്നത്. അപ്പോൾ പിന്നെ പ്രൊഡക്ഷനിലെങ്കിലും ഒന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഒരു ശരിക്കും പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ മൂവിയാണ് പ്ലാൻ ചെയ്യേണ്ടായിരുന്നത്. മണിയേട്ടനെ വെച്ചിട്ട് ഉള്ളൊരു സാധനമായിരുന്നു. അപ്പം അതിന് മുന്നെയാണ് പെട്ടെന്ന് ഈ ഒരു നയനം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി സിനിമ എന്നുള്ളൊരു സാധനം പൂർത്തിയായിരുന്നു. അപ്പം സിനിമ പൂർത്തിയായിരുന്നില്ല, കുറച്ച് ദിവസത്തേക്കും കൂടെ ഷൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ ആ സിനിമ തുടങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടത്തിന് ഫുൾ നീ എൻ്റെ കൂടെ നിൽക്കണം. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തത് ഏട്ടനാണ്. അപ്പോൾ എന്തായാലും നാച്ചുറലി ഏട്ടനുണ്ട്, പക്ഷേ ഇങ്ങനെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഫുൾ കാര്യങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ തന്നെ, എനിക്കറിയാം എന്താണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മളപ്പം സങ്കല്പിക്കുന്നില്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് വരണത്. അങ്ങനെയാണ് ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ വരുന്നത്. അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സോണിൽ ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടുണ്ട്, കോളേജിലും ഒക്കെ ആയിട്ടുണ്ട്. അത് നമ്മൾ നാടകം കോളേജിൽ ചെയ്യണു അത്രയല്ലേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ കല്യാണത്തിനല്ല, അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം ഈ ഏട്ടനൊരു റിയാലിറ്റി ഷോ, താരോത്സവം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന്, അപ്പോൾ അദ്ദേഹത്തിന്റെ കുറേ സ്ക്രിപ്റ്റ് നറേഷൻസ് ഇതൊക്കെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഒരു ദിവസം എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ ഒന്നിങ്ങോട്ട് വരണം, എനിക്കൊരു ഇതിൽ സ്റ്റേജിൽ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏട്ടനാണ് എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചതെന്ന് പറയണം. അപ്പം അന്ന് ബ്ലസ് ഏട്ടനൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര അയ്യോ നന്നായി ചെയ്യണ്ടല്ലോ എന്ന് അങ്ങനെ കുറേ അപ്രീസിയേഷനൊക്കെ കിട്ടി. അപ്പോൾ ഏട്ടൻ അത് ഭയങ്കര അഭിമാനമാണ്. ഇവള് കോളേജിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു, അങ്ങനെ സീസോണിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ പറയാനൊക്കെ ഭയങ്കര കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഇപ്പം സിഞ്ചാർ എന്ന് പറഞ്ഞൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയ മൂവി ഉണ്ട്, അത് ചെയ്ത പാമ്പള്ളി ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ പാമ്പള്ളി ഇങ്ങനെ ലോറി ഗേൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിൻ്റെ കഥ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചാൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഭയങ്കര പവർ, പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അവർ, പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ ലക്ഷ്മിയായിട്ട് ആരാ അഭിനയിക്കണത്? അപ്പം അയാൾ പറഞ്ഞു ഇപ്പം എൻ്റെ പണി ഇത്തിരി എളുപ്പമായി, ഇത് റാണിജി ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്ന് ഈ കഥ പറഞ്ഞത്. അപ്പം ഞാൻ ഇയാളോട് പറയാണ്, ശരിക്കും ഇപ്പം അത് ചെയ്യാൻ ഞാനേ ഉള്ളൂ, പക്ഷെ ഞാൻ ചെയ്യുന്നില്ലല്ലോ, നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാനത് വിട്ടു. അന്ന് ഞാൻ മഞ്ചേരി വീട്ടിലുള്ളത്, ഏട്ടൻ ഷൂട്ടിലുമാണ്. അപ്പം ഞാൻ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഭയങ്കര കോമഡി, ഇയാൾ ഇങ്ങനെ വന്നിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് സന്ദീപനോട് പറയാണ് ഇത് റാണിജി ചെയ്യണം എന്ന് വെച്ചിട്ടാണ്. അപ്പം സാധാരണ അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് അമ്മ പറഞ്ഞത്, ചെയ്ത് നോക്കണം. അപ്പം ഞാൻ എന്ന് ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഏട്ടൻ ഞങ്ങളിങ്ങനെ വിളിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അപ്പം ഞാൻ ഏട്ടൻ അന്നിങ്ങനെ വന്നൊരു ഇത് പറഞ്ഞിരുന്നു. പുള്ളിയാണെങ്കിൽ ആ സമയത്ത് ഓരോ വർഷവും ഓരോ ഷോർട്ട് ഫിലിം ചെയ്യും ഈ പാമ്പള്ളി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു എന്താ ചെയ്യുക, അതിലെന്താ അത്ര തമാശ ഉള്ളത്, ചെയ്യൂന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏട്ടാ യു ടു ചോദിച്ചു. അവനോട് പറഞ്ഞു ചെയ്യൂ, അതിനെന്താണ്, നമ്മളെ തിരഞ്ഞു വരുന്ന ഒരു ഓഫറല്ലേ, എന്തിനാ വേണ്ടാന്ന് വെക്കണം. അങ്ങനെയാണ് ലോറി ഗേളിൽ ലക്ഷ്മി എന്ന് പറയുന്ന ലീഡ് ക്യാരക്ടർ, ലോറി ഗേൾ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പം ഏട്ടൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം അതിൽ ലക്ഷ്മിയുടെ പേരായിട്ട് വരുന്ന കണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പം ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് സ്പേസും കാര്യങ്ങളും കണ്ടിട്ട് ഏട്ടൻ അങ്ങോട്ട് പാമ്പള്ളിയോട് പറയായിരുന്നു ഈ ക്യാരക്ടർ ഞാൻ ചെയ്യാം. അങ്ങനെ അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്ത ഷോർട്ട് ഫിലിം ആവുകയും ചെയ്തു. ആ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, PJ ആന്റണി അവാർഡ് അടക്കം ഒരു 5 അവാർഡുകളും കിട്ടി.
അപ്പൊ പിന്നെയും ഓഫേഴ്സ് വരുമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ മാം ഞാൻ ജേർണലിസ്റ്റ് ആണ് കഴിഞ്ഞത്. പക്ഷെ മീഡിയ ഇതുപോലും ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മോള് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏട്ടൻ ഇങ്ങനെ പോകുന്നു, ഞങ്ങളുടെ ഒരു 9 to 5 ജോബ് അല്ല. അപ്പൊ അദ്ദേഹവും എപ്പോഴും യാത്രയായിരിക്കും ഷൂട്ടും കാര്യങ്ങളുമായിട്ട്. അപ്പൊ വീട്ടിൽ ഒരാളെങ്കിലും അവൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ അമ്മ ആവണം എന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത ഡിസിഷനുമാണത്. അപ്പം അത് കാരണം അങ്ങനെ വരുമ്പോൾ ഒക്കെ ഞാൻ നോ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ആദ്യം അഭിനയിക്കുന്നത് ജാനകി എന്ന് പറയുന്ന MG ശശിയേട്ടൻ ചെയ്തൊരു സിനിമയിലാണ്. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലായിരുന്നു ഷൂട്ട്. ഏട്ടൻ അതിലുണ്ടായിരുന്നു. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു, നാളെ നീയും വരണം അവൻ്റെ കൂടെ കേട്ടോ, നിന്നെ ഞാൻ അഭിനയിപ്പിക്കുന്നു പറഞ്ഞു. നാച്ചുറലി ഞാൻ പോവില്ലല്ലോ, ഞാൻ പോയില്ലായിരുന്നു. അത് ശരിക്കും ഈ ലോറികളിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ ശശിയേട്ടൻ അവിടെ നിന്ന് വിളിച്ചു, പിന്നെ എവിടെ നീ വരാതെ അവിടെ ഷൂട്ട് തുടങ്ങണ പരിപാടിയില്ല എന്ന് പറഞ്ഞ് വണ്ടി അയച്ച്. അത് ഞാൻ മാത്രമല്ല, TG രവിയുടെ മറ്റേ ശ്രീജിത്ത് രവിയുടെ വൈഫ് സജിതയും അതിൽ ചെയ്തിട്ടുണ്ട്. സജിതയ്ക്ക് നേരത്തെ ഫിക്സ് ചെയ്ത ക്യാരക്ടറാണ് ആ കുട്ടി. ഇന്നിപ്പോൾ ആ കുട്ടി വളരെ ആക്റ്റീവായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൽ പോയി ചെയ്തത്. പിന്നെ ഈ ലോറികളും കഴിഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോണു. അപ്പോഴാണ് പിന്നെ ഞാൻ മേരിക്കുട്ടിയിലേക്ക് ഏട്ടനും അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതങ്ങനെ ചെയ്തു. അതങ്ങനെ ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ അപ്പോഴും ഓഫേഴ്സ് വരുമായിരുന്നു. നോ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത്രേ വിചാരിച്ചിരുന്നുള്ളൂ, മോളൊരു 12th ഒക്കെ കഴിഞ്ഞാൽ അവൾക്ക് അത്ര നമ്മൾ ആവശ്യം വരില്ല. അപ്പം നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളുമായിട്ട് ആക്റ്റീവ് ആവാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അവൾ 10th പഠിക്കുമ്പോൾ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, അത് നമ്മുടെ റോഷൻ ആൻഡ്രൂസിൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്ന മോനിഷ മോഹൻ മേനൻ ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അത് 2 പെൺകുട്ടികളുടെ പ്രണയമാണ് അതിൻ്റെ തീം. അപ്പം അതിലൊരു അമ്മ വേഷം അത് റാണി ചേച്ചി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പം നമ്മുടെ സർക്കിളാണ്, നമ്മുടെ കുട്ടികളാണ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ വിമൽ, അവൻ എൻ്റെ ഒരു ബ്രദറാണ്. അപ്പം എനിക്ക് അവരുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്നുള്ള പോലെ അങ്ങനെ ഞാനത് പോയി ചെയ്തത്. അത് ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ആ അമ്മവേഷം സ്ക്രീൻ സ്പേസ് അത്രയ്ക്കേ ഉള്ളൂ, വളരെ കുറവാണ്. പക്ഷേ അമ്മയുടെ കയ്യിലിരിപ്പ് നാക്ക് ശരിയല്ല, അമ്മ മോളെ പ്രകൃതി വിരോധി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് റീൽസ് ആയിട്ട് ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് നമുക്കൊരു എക്സ്പോഷർ തന്ന പോലെയായി. അങ്ങനെയാണ് പിന്നീട് കുറേ കുട്ടി സ്റ്റോറീസ് ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ കൺമണി അങ്ങനെ കുറച്ചുകൂടി ബുദ്ധി വന്നിട്ട് ഇത് കാണുന്നത്. അപ്പോൾ കൺമണി പറഞ്ഞു, അമ്മ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇനിയും അമ്മ ഇങ്ങനെ അച്ഛൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഇരിക്കരുത്, യു ഷുഡ് കം ഔട്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ സിനിമ എത്ര സിനിമയിൽ ചെയ്തു? സിനിമ ഇപ്പോൾ 6 പടങ്ങളെ ആയിട്ടുള്ളൂ മാം. അതിൽ തന്നെ ഇപ്പോൾ തുടരും ചെയ്തപ്പോഴാണ് കുറച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചത്. രസമാണ് കേട്ടോ, അങ്ങനെ പറയുകയാണെങ്കിൽ 2 തരത്തിൽ പറയേണ്ടി വരും. ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചതും അപ്പോഴാണ്, ഒരുപാട് പേർക്ക് അറിയാത്തതും അപ്പം തന്നെയാണ്. കാരണം പലർക്കും തുടരുമ്പിൽ ചെയ്തത് ഞാനാണെന്ന് അറിയില്ല. കാരണം അത് ഞങ്ങളുടെ ഒരു ഡ്രൈവർ ഉണ്ട്, മണി എന്ന് പറഞ്ഞിട്ട്. അപ്പം മണി ഒരു ദിവസം ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മാഡത്തിന്റെ സീനൊക്കെ തുടരുമ്പിൽ കട്ട് ചെയ്തു പോയില്ലേ? അപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു 2 സീനേ ഉള്ളൂല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കുറേ എടുത്തിട്ട് കട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് വിചാരിച്ചു. ഞാൻ ഇല്ലില്ല, അത്രേ എടുത്തിട്ടുള്ളൂ. അല്ല, ഒന്നും വന്നില്ലല്ലോ മാഡം. അപ്പം ഞാൻ വെച്ചു, ഭഗവാന് തിയേറ്ററിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇനി OTT വന്നപ്പോൾ ഇത് എവിടേക്കാണ് പോയത് എന്ന് വിചാരിക്കുക. അപ്പം കൺമണിക്ക് അത് പെട്ടെന്ന് കത്തിയത്. കൺമണി ചോദിച്ചു, അതിൽ ഇങ്ങനൊരു ക്യാരക്ടർ അത് കണ്ടു, നമ്മളെ ലാലേട്ടനെ കൂടെ ചീത്ത പറയാണ്, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അപ്പം കൺമണി പറഞ്ഞു, അപ്പം ചേട്ടൻ അമ്മേനെ മനസ്സിലാവാഞ്ഞിട്ട് അത് അമ്മയാണ്. അതൊരിക്കലും മാഡല്ല. അപ്പം നമുക്ക് ശരിക്ക് പക്ഷേ നമുക്ക് സന്തോഷമാണ് മാം. ആ ക്യാരക്ടർ ആളുകൾക്ക് മനസ്സിലാവണമെന്ന് നമ്മളാന്ന് എപ്പോഴും പറയില്ലേ, നമ്മളെ കഥാപാത്രത്തെ മനസ്സിലാക്കിയാൽ മതി, നമ്മളെ മനസ്സിലാക്കണ്ടെന്ന് പറയും. പിന്നെ തുടരും ആളുകൾ തിരിച്ചറിയും. അതിന്റെ അറ്റയറും അങ്ങനെയാണല്ലോ അല്ലേ, ഒട്ടും മനസ്സിലാവില്ലല്ലോ. ഇല്ല, ഒട്ടും മനസ്സിലാവില്ല. പിന്നെ അത് മാത്രമല്ല മാം, നമുക്ക് അങ്ങനത്തെ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ വേറെ ഒരു അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടാത്തൊരു പടത്തിലാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ നമുക്കത് ഗുണം ചെയ്യില്ല. ശ്രദ്ധിക്കപ്പെടാത്തൊരു പടത്തിൽ നമ്മൾ ത്രൂ ഔട്ട് ഒരു പെർഫോമിംഗ് ക്യാരക്ടർ ചെയ്താലും ഗുണം ചെയ്യില്ല. ഇത് ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ള വലിയൊരു സിനിമ, അതും ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നെ തെറി വിളിക്കാൻ ചാൻസ് കിട്ടിയവർ വളരെ കുറവാണ്, നല്ലോണം മനസ്സറിഞ്ഞ് ചീത്ത വിളിച്ചോളൂ, ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു കൊളപ്പുള്ളി ലീലാൻഡി വിളിച്ചിട്ടുണ്ട് തോന്നുന്നു. പിന്നെ അധികം ആൾക്കാരുണ്ടോയെന്ന് സംശയമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്പേസ് അത് നമ്മളുടേത് ആവുക എന്ന് പറയണതും വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് തരുൺ എന്ന് പറയുന്ന ഡയറക്ടർ, തരുണിൻ്റെ അപ്പം അന്ന് രഞ്ജിത്തേട്ടൻ, ശരിക്കും രജപുത്ര രഞ്ജിത്തേട്ടനാണ് കേട്ടോ എന്നെ ആ സിനിമയിലേക്ക്. പലരും തരുണാണോ വിളിച്ചത് അങ്ങനെ ചോദിക്കാറുണ്ട്. തരുൺ ഒരുപാട് അടുപ്പുള്ള ഒരാളാണ്, എനിക്ക് എൻ്റെ ബ്രദർ പോലെയാണ്. തരുൺ ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന ഒരാളാണ്. അപ്പോൾ തരുൺ പറയും, ചേച്ചി എന്തൊരു നാച്ചുറൽ ആർട്ടിസ്റ്റാണ്, എൻ്റെ പടത്തിൽ ചേച്ചി ഇല്ലെങ്കിൽ പറ്റില്ല തോന്നുന്നൊരു ക്യാരക്ടറിന് ഞാൻ വിളിക്കും, അപ്പോൾ നോ പറയരുത്, കാരണം ഞാനന്ന് ആക്ട് ചെയ്യണില്ലല്ലോ. രഞ്ജിത്തേട്ടനും ചിപ്പി ചേച്ചിയും ലോറികൾ ഇറങ്ങിയ സമയം തൊട്ടും
എൻ്റെ അടുത്ത് ആക്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാം എന്നൊരു തീരുമാനമായപ്പോൾ അത് ആദ്യം പറഞ്ഞവരിൽ ഒരാളാണ് രഞ്ജിത്തേട്ടൻ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, രഞ്ജിത്തേട്ട ഇനി ഇങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ എന്നോട് പറഞ്ഞു, അയ്യോ റാണി കുറച്ച് നേരത്തെ പറഞ്ഞാൽ അതിന് മുന്നേ അവരൊരു വെബ് സീരീസ് ചെയ്തിരുന്നു, അതിലെനിക്ക് പ്ലേസ് ചെയ്യായിരുന്നല്ലോ. ഇതിനിപ്പോൾ ലാലേട്ടൻ്റെ പടമാണ് ചെയ്യാൻ പോണത്, അപ്പോൾ അതിൽ കാര്യമായിട്ട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഞാനും കണ്ടല്ലോ, അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞു വെച്ചതാണ്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പറഞ്ഞിരുന്ന ആൾക്കാർ നിങ്ങൾ രണ്ടുപേരുമാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സ്പേസ് വന്നപ്പോൾ രഞ്ജിത്തേട്ടൻ അത് പറയാനും തരുൺ അത് ഓക്കെ ആവാനും അപ്പോഴാണല്ലോ നമ്മൾ ആ ടീം ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വരിക. അപ്പം രഞ്ജിത്തേട്ടൻ എന്നോട് പറഞ്ഞത് വലിയൊരു ക്യാരക്ടർ അങ്ങനെ ഒന്നും കാണണ്ട ഈ ഒരു പടത്തിൽ. ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട എന്നോട്, കാരണം അതിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം മാം. പിന്നെന്താന്ന് വെച്ചാൽ തരുണിൻ്റെ ഒരു പടത്തിൽ ഒരു തൂണായി നിൽക്കാൻ വിളിച്ചാലും ഞാൻ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ആ തൂൺ അവിടെ പ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ മാത്രമേ തരുൺ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പം അത് നമുക്ക് ശരിക്കും ബെനിഫിഷ്യൽ ആവുമെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ അപ്പോൾ കുടുംബം, അവരെക്കുറിച്ച് പറയൂ. കുടുംബം, അച്ഛൻ പറഞ്ഞ പോലെ മഞ്ചേരി ചന്ദ്രൻ പഴയ ആക്ടറായിരുന്നു, പ്രൊഡ്യൂസറായിരുന്നു. അമ്മ സത്യഭാമ ബാങ്കിലാണ്, റിട്ടയർ ചെയ്തു. പിന്നെ ഞാനൊരു മോളാണ്. എൻ്റെ ഹസ്ബൻഡ് ശരൺ. ഞാൻ കോളേജിൽ ചെയർപേഴ്സൺ ആയിരുന്നപ്പം അദ്ദേഹം ഗസ്റ്റായി വരികയും പിന്നെ ഫ്രണ്ട്സ് ആവുകയും അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കാളിദാസ് പുതുമന, അദ്ദേഹം ഒരു നാടകകൃത്തൊക്കെയാണ്. അമ്മ ശാന്തിനി. ഞങ്ങൾക്ക് ഒരു മോളാണ്, കൺമണി. ഗൗരി ഉപാസന എന്നാണ് മോളുടെ പേര്. അവളും ഈ പറഞ്ഞ പോലെ അവളിപ്പോൾ അവളുടെ ലോ എടുക്കണം എന്നുള്ളതിൽ അപ്പോൾ അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഒപ്പം തന്നെ അവൾക്ക് ഇത്തിരി സിനിമയിലേക്ക് കുറച്ച് താല്പര്യം, ഡിറക്ഷൻ സൈഡാണ് അവൾക്ക് താല്പര്യം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അവൾ ആത്മസുഹൃത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, കുഞ്ഞു കുഞ്ഞു അവാർഡ്സ് ഒക്കെ കിട്ടി. അത് അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ജേർണി. അവൾക്ക് അതിലും സീരിയസ് ആയിട്ട് പോകണം, പിന്നെ ലോ പെർസ്യൂ ചെയ്യണം. ഇങ്ങനെയാണ് അവളുടെ ആഗ്രഹങ്ങൾ പോണത്. പ്രിയ ശ്രോതാക്കളെ, ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നടിയും നിർമ്മാതാവുമായ റാണി ശരൺ. ഈ അഭിമുഖത്തിൻ്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല. സഹ